ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അതായത് നമ്മുടെ ആരാധ്യ മിസ്സിൻ്റെ സ്റ്റോറിയുടെ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കാത്തവർ കേൾക്കുക. അപ്പോൾ തുടങ്ങാം. എന്തിനാടി ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നേ? സ്റ്റാഫ് മുറിയിലേക്ക് തിരിച്ചെത്തിയ ലക്ഷ്മി കാണുന്നത് എന്തോ ഓർത്ത് ചിരിക്കുന്ന ആരാധ്യയാണ്. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഇരുന്ന് മോങ്ങുമായിരുന്നല്ലോ. ഇപ്പോൾ എന്നെപ്പറ്റി പ്രിൻസിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തോ? അതിൻ്റെ ആവശ്യം വന്നില്ല. അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടി. എന്തൊക്കെയാ പെണ്ണേ നീ പറയുന്നേ? മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയൂ. എന്നെ കരയിപ്പിച്ചതിന് അവന് നല്ല ഇടി കിട്ടി. സന്തോഷത്തോടെ ആരാധ്യ പറഞ്ഞു. ഇടി കിട്ടിയെന്നോ? ആരിടിച്ചെന്നാ? എൽവിൻ. അവനോ? അതിന് നിന്റെ കാര്യം അവനെങ്ങനെ അറിഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. ഓ, എന്തായാലും നന്നായി. നീ ഹാപ്പി ആയല്ലോ, അത് മതി. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ലക്ഷ്മി ബാഗ് എടുത്ത് ആരാധ്യയോട് ചോദിച്ചു. അവളും ബാഗ് എടുത്ത് നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി എൽവിൻ്റെ ബൈക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ കണ്ടില്ല. ചിലപ്പോൾ വീട്ടിൽ പോയി കാണും. നീ ആരെയാ നോക്കുന്നേ? ലക്ഷ്മി ടീച്ചർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്നെ കാണാൻ ബോറാണോ? അത്രയ്ക്ക് ബോറൊന്നുമല്ല. അപ്പോൾ എന്തോ കുഴപ്പം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ പെണ്ണിനെ കൊണ്ട്. നീ സുന്ദരിയാ പോരെ? അല്ല, ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ ചെറിയ പതർച്ചയോടെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വേഗം നടക്ക്, നിനക്കിന്ന് നാട്ടിൽ പോണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. വാ, നമുക്ക് വേഗം പോകാം. ആരാധ്യ പെട്ടെന്ന് തന്നെ കിട്ടിയ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ബാഗിൽ ഡ്രസ്സ് പാക്ക് ചെയ്ത് വീട് പൂട്ടി ഇറങ്ങി. താക്കോൽ എൽവിൻ്റെ മമ്മിയെ ഏൽപ്പിക്കാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. എൽവിൻ്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. അമ്മേ അമ്മേ, തുറന്നു കിടന്ന വാതിൽ വഴി അകത്തേക്ക് നോക്കി വിളിച്ചു. മോൾ ഇറങ്ങിയോ? ഉമ്മറത്തെത്തിയ അമ്മ ചോദിച്ചു. അമ്മേ, ഞാൻ ഇറങ്ങുമോ? എപ്പോഴാ ബസ്? 6 മണിക്കാണ് ബസ്. അയ്യോ, ഇപ്പോൾ തന്നെ വൈകിയല്ലോ. മോൾ എങ്ങനെ ടൗണിലെത്തും? അത് ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ഈ സമയത്ത് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാൻ എൽവിനോട് പറയാം, അവൻ മോളെ ടൗണിൽ കൊണ്ടാക്കും. അയ്യോ, അതൊന്നും വേണ്ട. ആരാധ്യ തടയാൻ നോക്കി. എന്നാൽ അമ്മ അകത്ത് പോയി ഉറങ്ങിക്കിടന്ന് എൽവിനെ വിളിച്ചുകൊണ്ട് വന്നു. അവൻ ടീച്ചറെയും കൊണ്ട് ബൈക്കിൽ ടൗണിലേക്ക് പുറപ്പെട്ടു. താങ്ക്സ്. ബൈക്കിൻ്റെ പുറകിലിരുന്ന് ആരാധ്യ എൽവിനോട് പറഞ്ഞു. എന്തിന്? എല്ലാത്തിനും. നന്ദിയൊക്കെ ഇൻറ്റേർണൽ മാർക്കിൽ കാണിക്കണേ മിസ്സേ. ചെറുതായി തിരിഞ്ഞ് ആരാധ്യയെ നോക്കി ചിരിച്ചു. അവളുടെ ചുണ്ടിലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ ടൗണിൽ നേരത്തെ എത്തി. ബുക്ക് ചെയ്ത ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് എടുക്കും. ബസ് വരാൻ ഇനിയും ലേറ്റ് ആവും. എൽവിൻ പൊക്കോളൂ. തന്നെ ഡ്രോപ്പ് ചെയ്ത ശേഷം ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന എൽവിനെ നോക്കി പറഞ്ഞു. മിസ്സിനെ ബസ് കയറ്റി വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കാരണം എൽവിന് ബുദ്ധിമുട്ടായല്ലേ? അതെ. എൽവിൻ അങ്ങനെ പറയുമെന്ന് ആരാധ്യ വിചാരിച്ചില്ല. അവൾക്കത് നല്ല വിഷമമുണ്ടാക്കി. മുഖത്തും അത് പ്രതിഫലിച്ചു. എന്നാൽ പിന്നെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാതെ എൽവിന് പൊയ്ക്കൂടെ? ഉള്ളിലെ വിഷമം മുഴുവൻ ആ വാക്കുകളിലുണ്ടായിരുന്നു. മിസ്സേ, ഞാൻ മിസ്സിനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. മിസ് ഇപ്പോഴും എന്നെ ആ പഴയ കണ്ണിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിട്ടും മിസ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. ഇല്ലാത്ത വിഷമം അഭിനയിച്ച് എൽവിൻ പറഞ്ഞു. എൽവിനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അപ്പോഴേക്കും അവളുടെ ബസ് വന്നു. ആരാധ്യ ബസ്സിൽ കയറി. ബസ് എടുക്കാൻ നേരം എൽവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി ബൈ പറഞ്ഞു. എൽവിൻ താൻ വിചാരിക്കുന്ന പോലെ ആരാധ്യ തൻ്റെ വലയിൽ പതിയെ പതിയെ വീഴുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി.
എൽവിൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്നതിലുപരി ഒരു ബന്ധത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കോളേജ് പഠനം പൂർത്തിയാക്കി എൽവിൻ പപ്പയെ സഹായിക്കാൻ തൻ്റെ കമ്പനിയിൽ കയറി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പപ്പയുടെ സുഹൃത്തും കമ്പനിയിലെ സഹായിയുമായ ജേക്കബിൻ്റെ സഹായത്തോടെ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇപ്പോൾ കമ്പനി നോക്കി നടത്തുന്നത് എൽവിനാണ്. ആരാധ്യ ഇപ്പോഴും ഔട്ട് ഹൗസിൽ തന്നെയാണ് താമസം. ഒരു ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മമ്മി ആരാധ്യയെ കാണാൻ ഔട്ട് ഹൗസിലേക്ക് പോയി. മോളെ, സിറ്റ് ഔട്ടിലിരുന്ന് ഫോൺ ചെയ്യുന്ന ആരാധ്യയെ മമ്മി വിളിച്ചു. ആ അമ്മേ, ഞാനിപ്പോൾ വിളിക്കാം. അത് പറഞ്ഞ് ഫോൺ വെച്ച് കണ്ണൊന്ന് തുടച്ചു. എന്താ അമ്മേ പതിവില്ലാതെ ഇതുവഴി? എൽവിൻ്റെ മമ്മിയെ ഉമ്മറത്തേക്ക് വരവേറ്റുകൊണ്ട് ആരാധ്യ ചോദിച്ചു. ഓ, ഒന്നുമില്ല മോളെ, ചുമ്മാ പോന്നതാ. ഉമ്മറത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് അമ്മ പറഞ്ഞു. എന്താ മോളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? മോള് കരയുകയായിരുന്നോ? ഏയ്, അങ്ങനെ ഇല്ലമ്മേ, വീട്ടിലെ ഓരോ കാര്യങ്ങൾ. ഒന്നുകൂടി കണ്ണീരൊപ്പി അവൾ പറഞ്ഞു. മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണേ പറയണ്ട. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലമ്മേ, ആരാധ്യ വിചാരിച്ചു ആരോടെങ്കിലും ഉള്ളു തുറന്ന് സംസാരിച്ചാൽ ഒരാശ്വാസം കിട്ടുമെന്ന്. മോളെ, അമ്മയുടെ വിളി ആരാധ്യയെ ചിന്തകളിൽ നിന്നും ഉയർത്തി. ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. എൻ്റെ 10ാമത്തെ വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ട അമ്മ എന്നെ വളർത്തിയേ. ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെയും കൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ചീത്തപ്പേരും അപമാനവും അമ്മയ്ക്കറിയാമല്ലോ. മമ്മിയെ നോക്കി ചോദിച്ചു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും സഹിക്കവയ്യാതെ അമ്മ 2ാമതൊരു വിവാഹം കഴിച്ചു. എനിക്കും അതിൽ സന്തോഷമായിരുന്നു. എത്രയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യം 3-4 വർഷം നല്ല രീതിയിലാണ് പോയത്. പുള്ളിക്ക് തട്ടിൻ്റെ പണിയായിരുന്നു. എന്നോടും നല്ല കാര്യമായിരുന്നു. എനിക്കും എൻ്റെ സ്വന്തം അച്ഛനെ പോലെയായി. പോകെ പോകെ അതിന് മാറ്റം വന്നു. പുള്ളിയുടെ അടുത്ത് പണിക്കായി പുതിയൊരാൾ വന്നു. അവിടെ മുതൽ ഞങ്ങളുടെ ജീവിതം മാറി. ആ സമയങ്ങളിൽ അച്ഛൻ പണി കഴിഞ്ഞ് ചെറുതായി മദ്യപിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി. ശരീരം അനങ്ങുന്ന പണിക്കല്ലേ പോകുന്നേ, അതുകൊണ്ട് കുടിക്കുന്നതിൽ വലിയ കുഴപ്പം തോന്നിയില്ല. എന്നാൽ പതിയെ പതിയെ കുടിക്കുന്ന അളവ് കൂടി. പിന്നെ കൂടെ പണി ചെയ്യുന്ന അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കുടിക്കാൻ ആരംഭിച്ചു. ഞാനും അമ്മയും ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനെല്ലാം അനുഭവിച്ചത് എൻ്റെ അമ്മയാണ്. ഇപ്പോഴും ഉണ്ട് അമ്മയുടെ ശരീരത്തിൽ ആ പാടുകൾ. കരയാൻ തുടങ്ങുന്ന ആരാധ്യയെ മമ്മി സമാധാനിപ്പിച്ചു. ഒരു ദിവസം +2 പരീക്ഷയ്ക്ക് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. അമ്മ അമ്പലത്തിൽ പോയിരുന്നു. എന്നത്തെയും പോലെ അന്നും അച്ഛനും അയാളും വീട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഞാൻ അതൊന്നും വിലക്കെടുക്കാൻ നിന്നില്ല. പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുറിയിലേക്ക് അയാൾ വന്ന് എന്നെ കയറി പിടിക്കാൻ നോക്കി. കറക്റ്റ് സമയത്തിന് അമ്മ വന്നില്ലെങ്കിൽ വീണ്ടും മേങ്ങലടിച്ച് കരഞ്ഞു. കരയാതെ മോളെ, അവളെ തൻ്റെ തോളിലേക്ക് ചായ്ച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആ സംഭവത്തെ ചൊല്ലി അച്ഛനും അമ്മയുമായി വഴക്കുണ്ടായി. അപ്പോൾ അച്ഛൻ പറയുക, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ കൂടെ കിടന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലെന്ന്. എന്നേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ആൾക്ക് എന്നെ കെട്ടണമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഇനിയും അവിടെ നിന്നാൽ എൻ്റെ ജീവിതം തുലയുമെന്ന് പറഞ്ഞ് ഒരു ബന്ധുവീട്ടിൽ വിട്ട് ബാക്കി പഠിപ്പിച്ചു. അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ജോലി നേടി. എന്നാൽ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. മോൾ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവാ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ അമ്മയോട് ഒരുപാട് പറഞ്ഞതാ എൻ്റെ കൂടെ വരാൻ. എൻ്റെ കൂടെ വന്ന് വെറുതെ എൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്ന അമ്മ പറയുന്നേ. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോഴും അയാൾ വന്നിരുന്നു എന്നെ കെട്ടണമെന്ന്. എനിക്ക് വെറുപ്പ് അയാളോട്. ഇന്നും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അത് പറയാനാ അമ്മ വിളിച്ച്. കരഞ്ഞുകൊണ്ട് അവളുടെ വിഷമം പറഞ്ഞു. ചിരിച്ചു കളിച്ച് നടക്കുന്ന മോളെ കണ്ടാൽ പറയില്ല ഇത്രയും വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന്. ആരാധ്യ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
നാളെ ദൂരെ എൻ്റെ ബന്ധുവിൻ്റെ ഒരു കല്യാണമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ രാവിലെ പോകും. അത് മോളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇച്ചായനോട് മോളുടെ കാര്യം സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. സാറിനോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാവും. നിന്നെ ഞങ്ങൾ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കും. ആരാധ്യയ്ക്ക് ആ ഒരു ഉറപ്പ് നൽകി അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് നേരം പുലരും മുമ്പ് തന്നെ പപ്പയും അമ്മയും കൂട്ടി എൽവിൻ തൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് പുറപ്പെട്ടു. നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പപ്പയും മോനും മാറി മാറിയാണ് വണ്ടി ഓടിച്ചത്. കല്യാണം വളരെ ഗംഭീരമായി തന്നെ നടന്നു. കല്യാണത്തിന് ശേഷം റിസപ്ഷൻ നിൽക്കുമ്പോഴാണ് എൽവിൻ ഒരു കോള് വരുന്നത്. ജേക്കബ് അങ്കിളെ, പറഞ്ഞോ. മോനെ, നമ്മുടെ പുതിയ പ്രൊജക്റ്റിൽ അവർക്ക് എന്തോ ചില ഡൗട്ട്. അതെങ്ങനെ ശരിയാവും? നമ്മളെല്ലാം ക്ലിയർ ചെയ്തല്ലേ അങ്കിൾ. അതെന്താണെന്ന് എനിക്കും അറിയില്ല. നാളത്തേക്ക് അവരൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ നാളെ ലീവാണ്. പോരാത്തതിന് നല്ല ദൂരെയാണ് നിൽക്കുന്നത്. അതെനിക്കറിയാടാ. നാളെ മീറ്റിംഗ് നടന്നില്ലെങ്കിൽ പ്രൊജക്റ്റ് നമ്മുടെ കൈവിട്ടു പോവും. ഷോ, ഇത് വല്ലാത്ത അവസ്ഥയായല്ലോ. ഞാനൊന്ന് നോക്കട്ടെ അങ്കിളെ, ഇപ്പോൾ വിളിക്കാം. ഫോൺ വെച്ചതിന് ശേഷം അവനൊന്ന് ആലോചിച്ചു. പപ്പയും അമ്മയെയും ഇവിടെ ആക്കിയിട്ട് പോവാം. അവർക്ക് നാളെ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പപ്പ, നാളെ എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, പോയേ പറ്റൂ. പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്ന മമ്മിയെയും പപ്പയെയും മാറ്റി നിർത്തി സംസാരിച്ചു. നീ നാളെ ലീവല്ലേ? പപ്പ ചോദിച്ചു. പുതിയ പ്രൊജക്റ്റിൻ്റെ ചില പ്രോബ്ലംസ്. നാളെ ഓഫീസിലെത്തിയേ പറ്റൂ. ഞാൻ എന്തായാലും ഇറങ്ങാം. നിങ്ങൾ നാളെ വന്നാൽ മതി. ഞാനൊരു കാർ അറേഞ്ച് ചെയ്ത് തരാം. എൽവിൻ കാര്യങ്ങളെല്ലാം വിശദമാക്കി. നീ ഇല്ലാതെ ഞങ്ങളിവിടെ എന്ത് ചെയ്യാനാ? പോരാത്തതിന് നാളെ വേറെ കാർ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ കൂടി നിൻ്റെ കൂടെ വരാം, മമ്മി പറഞ്ഞു. ഞാൻ അധികം തർക്കിക്കാൻ നിൽക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇന്ന് രാവിലെ മുതൽ വണ്ടി ഓടുകയല്ലേ? നീ ക്ഷീണിച്ചു കാണും. വേറെ ഡ്രൈവറെ വിളിച്ചാലോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല പപ്പ, ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ തന്നെ വൈകി. ഇനിയും താമസിച്ചാൽ വീടെത്തുമ്പോൾ ഒരു സമയമാവും. ആർ യു ഷുവർ? പപ്പയുടെ ചോദ്യത്തിന് ഞാൻ ഉറപ്പ് നൽകി. ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടികളെല്ലാം ബ്രൈറ്റ് അടിച്ചുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് യാത്ര തുടർന്നു. മമ്മിയുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മമ്മിയെ നോക്കി ഞാൻ ചോദിച്ചു. ഞാൻ ആരാധ്യയുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. മിസ്സിനെന്താ പ്രശ്നം? ആ കൊച്ചിന് പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. എന്താന്ന് പറയ്, ഞാൻ നിർബന്ധിച്ചു. ആ കൊച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീടെത്തിയിട്ട് പറയാം. ഞാൻ പിന്നെ മമ്മിയെ നിർബന്ധിക്കാൻ പോയില്ല. ഞങ്ങൾ പാതി ദൂരം പിന്നിട്ടു. വണ്ടിയിൽ മുഴങ്ങുന്ന പാട്ടിനൊത്ത് ഞാൻ വണ്ടി പറപ്പിച്ചു. പാതിരാത്രി ആയതുകൊണ്ടും ഇന്നത്തെ ക്ഷീണം കാരണവും പപ്പയും അമ്മയും ഉറങ്ങി. ഞാൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. പെട്ടെന്ന് കാതിൽ കേൾക്കുന്ന നിർത്താതെയുള്ള ഹോണടിയും കണ്ണിലേക്ക് പാഞ്ഞെത്തുന്ന തീവ്രമായ പ്രകാശവും കാരണം പെട്ടെന്ന് കണ്ണു തുറന്നു. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തല എവിടെയോ ഇടിച്ചു. എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ അടുത്തായി ഡോക്ടറും നേഴ്സും നിന്ന് സംസാരിക്കുന്നു. എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. ആ, എഴുന്നേറ്റോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാൻ ഡോക്ടർ. ഞാനിപ്പോൾ എവിടെയാ? അതൊക്കെ പറയാം. തൻ്റെ ശരീരമൊക്കെ അനക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ശരീരം മുഴുവൻ നോക്കി. അനക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ എവിടെയൊക്കെയോ വേദന പോലെ. ആണോ? അത് ശരിയായിക്കോളും. അത് പറഞ്ഞ് പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചു. ഡോക്ടർ, പപ്പയും മമ്മിയും എവിടെ? എനിക്ക് വീട്ടിൽ പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാം കേട്ടോ. അത്രമാത്രം പറഞ്ഞ് ഡോക്ടർ പോയി. ഈ 2 ദിവസങ്ങളായിട്ട് ബന്ധുക്കളും ജേക്കബ് അങ്കിളും എന്നെ കാണാനെത്തി. മമ്മിയും പപ്പയും കുറിച്ച് ചോദിച്ചിട്ട് ആരും എന്നോട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവർ സീരിയസ് ആയിട്ട് വല്ലതും കിടക്കുവാണോ എന്നൊന്നും അറിയാൻ വയ്യ. എൻ്റെ മുറിവുകൾ ഉണങ്ങി കയ്യിലെ ബാൻഡേജ് മാത്രമേ ഉള്ളൂ. ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവാൻ നേരം ഞാൻ ഒരുപാട് സന്തോഷിച്ചു.
വീട്ടിൽ പോയി മമ്മിയും പപ്പയും കാണാമല്ലോ. ജേക്കബ് അങ്കിൾ വീട്ടിലേക്ക് തിരിയുന്ന വഴിക്ക് പകരം കാറ് മറ്റൊരു വഴിക്കാണ് പോയത്. അങ്കിൾ ഇതെങ്ങോട്ടാ? നമുക്ക് വീട്ടിലല്ലേ പോവേണ്ടത്? അതിന് അങ്കിൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്കിളെ വണ്ടി തിരിക്ക്, എനിക്ക് പോയിട്ട് പപ്പയും മമ്മിയും കാണണം. ഞാൻ വാശി പിടിച്ചുകൊണ്ടിരുന്നു. അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ ഒന്നും ചോദിക്കാതെ ഇരുന്നു. വണ്ടി ചെന്ന് നിന്നത് പള്ളിയുടെ മുറ്റത്തായിരുന്നു. നമ്മൾ എന്താ ഇവിടെ? സംശയത്തോടെ ഞാൻ ചോദിച്ചു. വാ പറയാം. വണ്ടിയിൽ നിന്നും ഇറങ്ങി ഞാൻ അങ്കിളിൻ്റെ പിന്നാലെ നടന്നു. മുന്നോട്ട് നടക്കും തോറും എൻ്റെ ചങ്ക് പടപടാന്നിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിക്കുന്നതാകല്ലേ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങൾ ചെന്ന് നിന്നത് ഐസക് ആൻഡ് സാറ എന്ന് കൊത്തിവെച്ചിരിക്കുന്ന കല്ലറയ്ക്ക് മുന്നിലാണ്. ഒരു നിമിഷം ഉള്ളിലെ പിടച്ചിലും ശ്വാസവും നിലച്ചുപോയി. മമ്മിയുടെയും പപ്പയുടെയും കല്ലറയെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. മമ്മിയുടെയും പപ്പയുടെയും ഓരോ ഓർമ്മകൾ എൻ്റെ കരച്ചിലിൻ്റെ ആഴം കൂട്ടി. അവസാനമായി എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അങ്കിളെ. മോനെ, ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ തന്നെ മമ്മിയും പപ്പയും പോയി. നിനക്ക് ബോധം വരുന്നത് 1 മാസം കഴിഞ്ഞിട്ടാ. ഉള്ളിലെ വിഷമം ഒതുക്കി അങ്കിൾ പറഞ്ഞു. എത്ര നേരം ഞാൻ ആ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് കരഞ്ഞെന്നറിയില്ല. കരഞ്ഞു തളർന്ന എന്നെ അങ്കിൾ താങ്ങി വണ്ടിയിലിരുത്തി അവിടെ നിന്ന് നേരെ വീട്ടിലേക്കും. വീടാകെ മാറിയിരിക്കുന്നു. മുറ്റത്തിലകൾ കൊണ്ട് നിറഞ്ഞു. എല്ലായിടവും അഴുക്ക് നിറഞ്ഞു കിടന്നു. എന്നെ അങ്കിൾ ഹാളിലെ സെറ്റിയിലിരുത്തി. മോനെ, ഞാനൊരു വേലക്കാരിയെ ഏർപ്പാടാക്കാം മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അത് വേണ്ട അങ്കിളെ, ഞാൻ നോക്കിക്കോളാം. അങ്കിളും പൊക്കോളൂ, എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. ഇത് വെച്ചോ, മോൻ്റെ സിമ്മിട്ട പുതിയ ഫോണാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പുതിയ ഫോൺ എനിക്ക് തന്ന ശേഷം കുറച്ചു നേരം എന്നെ നോക്കി അങ്കിൾ നിന്നു. പിന്നെ പുള്ളി പോയി. ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. എവിടെ നോക്കിയാലും പപ്പയുടെയും മമ്മിയുടെയും മണവും അവരുടെ ഓർമ്മകളും. അതെന്നെ കൂടുതൽ വിഷമിപ്പിച്ചു. പോകെ പോകെ എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതായി. ഓടി ഞാൻ എൻ്റെ മുറിയിൽ പോയി കബോർഡിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച കുപ്പി എടുത്ത് കുടിച്ചു. അപ്പോൾ ചെറിയൊരാശ്വാസം. കുപ്പി തീർന്നപ്പോൾ അങ്കിൾ തന്ന ഫോണിൽ നിന്നും ഓഫീസിലെ ഒരു പയ്യൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ച് കുപ്പി എത്തിച്ചു. എൻ്റെ ജീവിതമാകെ താളം തെറ്റി. എല്ലാം ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് ഒരു നിമിഷം ആരുമില്ലാതെയാകുന്ന അവസ്ഥ. അതിന് കാരണം ഞാനാണെന്നുള്ള കുറ്റബോധവും. ഞാൻ എൻ്റെ റൂമിൽ നിന്നും പുറത്തു വരാതെയായി. വിശക്കുമ്പോൾ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് വരുത്തും. വിഷമം വരുമ്പോൾ കുടിക്കും, വലിക്കും. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരു ദിവസം ജേക്കബ് അങ്കിൾ എന്നെ കാണാനെത്തി. എൻ്റെ അവസ്ഥ കണ്ട് ഒരുപാട് ഉപദേശവും വഴക്കും പറഞ്ഞിട്ട് പോയി. അപ്പോഴും എൻ്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കയ്യിലെ പ്ലാസ്റ്ററും അഴിച്ചു മാറ്റി. ആരാധ്യ അവരുടെ മരണത്തിന് ശേഷം ആ വീട്ടിലേക്ക് പോവാൻ തോന്നിയില്ല. എൽവിൻ്റെ ഈ അവസ്ഥയിൽ അവനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. എന്നും കോളേജിൽ പോകുമ്പോഴും രാത്രിയും സ്വിഗ്ഗി പയ്യൻ ആ വീട്ടിലേക്ക് കയറി പോകുന്നതും തിരിച്ചു വരുന്നതും ആരാധ്യ ശ്രദ്ധിച്ചു തുടങ്ങി. ഇടയ്ക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു പയ്യൻ കവറുമായി അകത്തുപോയി തിരിച്ചു വരുന്നതും കാണാം. വേറെ ആരെയും ഇതുവരെ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഇന്ന് എൽവിനോട് സംസാരിക്കണമെന്ന് തോന്നി അവൻ്റെ വീട്ടിലേക്ക് പോയി. മുറ്റത്തെല്ലാം കാട് പിടിച്ച് അലങ്കോലമായി കിടക്കുന്നു. വാതിൽ ലോക്കല്ലാത്തതുകൊണ്ട് അത് തുറന്ന് അകത്തേക്ക് കയറി. ആരാ അത്? സ്വിഗ്ഗിയിൽ നിന്നാണോ? ഫുഡ് ടേബിളിൽ വെച്ച് ആ പൈസ എടുത്തോളൂ. ഉള്ളിൽ നിന്നും എൽവിൻ്റെ സൗണ്ട് കേട്ടു. ടേബിളിൽ നോക്കിയപ്പോൾ കുറച്ച് പൈസ ഇരിക്കുന്നത് കണ്ടു. ഞാൻ പയ്യെ മുകളിലേക്ക് പോയി. അവിടെ ഒരു മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ടു. ഞാൻ ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. വാതിൽ മെല്ലെ തള്ളി തുറന്നു. എൽവിനെ കണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇത് എൽവിൻ തന്നെയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എപ്പോഴും മുടിയും താടിയും വെട്ടി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടിട്ടുള്ള എൽവിൻ. എന്നാൽ ഞാനിപ്പോൾ കാണുന്നത് വെട്ടാത്ത താടിയും മുടിയുമുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വല്ലാതെ ശോഷിച്ച അവസ്ഥയിലിരിക്കുന്ന എൽവിനെയാണ്. കണ്ടാൽ ഭ്രാന്തനെ പോലെ തോന്നും. മിസ് എന്താ ഇവിടെ? എന്നെ കണ്ടതും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കുത്തിക്കെടുത്തി എഴുന്നേറ്റു. എന്താ എൽവിൻ ഇതൊക്കെ? തറയിൽ കിടക്കുന്ന മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും നോക്കി ഞാൻ ചോദിച്ചു.
മിസ്സു എന്നെ കുറ്റപ്പെടുത്താൻ വന്നതാണോ? അത് പറഞ്ഞവൻ ബെഡിലേക്കിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വന്നതല്ല. നീയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന്. അപ്പോൾ എനിക്ക് നിന്നെ കാണാൻ വരാൻ പാടില്ലേ? എന്നെ ഒന്ന് നോക്കിയ ശേഷം അവൻ കുനിഞ്ഞിരുന്നു. എത്ര കാലമാണ് നീ ഇങ്ങനെ ജീവിക്കുക? ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നെ മമ്മി കണ്ടാൽ അവർക്കത് സഹിക്കുമോ? ബെഡിലിരുന്ന് അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. നീ പഴയ പോലെ ആവണം. ഇങ്ങനെ കുടിച്ച് നശിക്കാൻ വേണ്ടിയാണോ ആ പാവങ്ങൾ നിന്നെ വളർത്തിയത്? പെട്ടെന്ന് എൽവിൻ അതേ ഇരിപ്പിൽ ആരാധ്യയുടെ അരയിലൂടെ കെട്ടിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളുടെ സാരിയിലും വയറിലും നനവ് അനുഭവപ്പെട്ടപ്പോഴാണ് എൽവിൻ കരയുന്നുവെന്ന് മനസ്സിലായത്. എല്ലാം ഞാൻ കാരണം പപ്പയും മമ്മിയും എന്നെ വിട്ടുപോയത്. അങ്ങനെയൊന്നുമല്ല. അവൻ്റെ തലയിൽ തലോടി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പപ്പ അന്നെന്നോട് പറഞ്ഞതാ വേറെ ഡ്രൈവറെ വിളിക്കാമെന്ന്. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. എൻ്റെ അഹങ്കാരം കാരണം പപ്പയും മമ്മിയും ഞാൻ കൊലയ്ക്ക് കൊടുത്തു. എൽവിൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കർത്താവ് എന്നെ മാത്രം എന്താ അങ്ങോട്ട് വിളിക്കാതിരുന്നേ? തെറ്റെല്ലാം ചെയ്തത് ഞാനല്ലേ? അയ്യേ, ഞാൻ കരഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ആളാ ഇപ്പോൾ ഇരുന്ന് കരയുന്നേ? എൽവിൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആരാധ്യ പറഞ്ഞു. ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നടക്കേണ്ടതെല്ലാം നടന്നു. അതിനൊന്നും നീ ഉത്തരവാദിയല്ല. മദ്യപാനം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. നീ പോയി കുളിച്ചേ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എൽവിൻ ഇപ്പോൾ ഒരു ചേഞ്ചാണ് വേണ്ടത്. അതിനാദ്യം പുറത്തിറങ്ങണം. ഞാൻ എങ്ങോട്ടുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിപ്പോൾ നിൻ്റെ ടീച്ചറായിട്ടാണ് പറയുന്നത്. പോയി കുളിച്ചിട്ട് വാ. അവനെ നിർബന്ധിച്ച് ബാത്റൂമിൽ പറഞ്ഞു വിട്ടു. എൽവിൻ തിരിച്ചു വരുന്ന സമയം കൊണ്ട് ആ മുറിയിലുണ്ടായിരുന്ന കുപ്പികളും സിഗരറ്റ് കുറ്റികളും മാറ്റി അടിച്ചു തൂത്തു. ബെഡൊക്കെ തട്ടിക്കുടഞ്ഞിട്ടു. കുളിച്ചിറങ്ങിയപ്പോൾ എൽവിൻ റൂം മുഴുവൻ എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ. ഇപ്പോൾ ഇത്രയേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ബാക്കി വന്നിട്ട് ശരിയാക്കാം. എൽവിൻ അതിനെന്നെ നോക്കി ഒന്ന് ചിരിച്ചു. നീ റെഡിയാവ്. ഞാൻ അപ്പോഴേക്കും ഡ്രസ്സ് മാറ്റി വരാം. ഞാൻ ഡ്രസ്സ് മാറാനായി വീട്ടിലേക്ക് പോയി. ടീച്ചർ പോയതും അലമാരിയിലിരുന്ന് ഡ്രസ്സ് എടുത്തിട്ടു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും സൂര്യപ്രകാശം മുഖത്തേക്ക് പതിച്ചു. ഇരുട്ടിൽ ജീവിച്ച എനിക്ക് ഇത് പുതിയൊരു അനുഭവമായി തോന്നി. ഞാൻ ഷൂസ് ഇടുമ്പോഴേക്കും ടീച്ചർ വീട്ടിലേക്ക് വന്നു. ടീച്ചർ ബുള്ളറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് പോവാമെന്ന് പറഞ്ഞു. ബൈക്ക് കണ്ടതും എനിക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം ഓട്ടോയിൽ പോവാമെന്ന് പറഞ്ഞു. റോഡിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ടൗണിലെ ഒരു സലൂണിലേക്ക് എന്നെ കൊണ്ടുപോയി. നമ്മളെന്താ ഇവിടെ? നീ സ്വയം കണ്ണാടി നോക്കിയിരുന്നെങ്കിൽ ഇതെന്നോട് ചോദിക്കില്ലായിരുന്നു. സലൂണിലേക്ക് കയറി മിസ് എന്നെ ഒരു ചെയറിലിരുത്തി. കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അത്രയ്ക്ക് മോശം എൻ്റെ അവസ്ഥയായിരുന്നു. താടിയും മുടിയും വളർന്നു. സർ, എങ്ങനെയാ വെട്ടേണ്ടത്? അത് പിന്നെ ഞാൻ ആകെ വല്ലാണ്ടായി. ചേട്ടാ, ഇതുപോലെ വെട്ടിയാൽ മതി. അവിടെ വെച്ചിരുന്ന ഒരു ഫോട്ടോ ചൂണ്ടി മിസ് പറഞ്ഞു. പുള്ളി അതുപോലെ വെട്ടിത്തന്നു. ഇപ്പം മുടുക്കനായി. മുടി വെട്ടി ഇറങ്ങി എന്നെ മൊത്തത്തിലൊന്ന് നോക്കി പറഞ്ഞു. അത്രയ്ക്ക് മോശമായോ? കുഴപ്പമില്ല, എൻ്റെ കൂടെ കൊണ്ടു നടക്കാനൊക്കെ കൊള്ളാം. എന്നെ കളിയാക്കിക്കൊണ്ട് ആരാധ്യ മിസ് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അടുത്തുള്ള ബീച്ചിൽ പോയിരുന്നു. ഞാനും മിസ്സും അന്നത്തെ ദിവസം ഒരുപാട് സംസാരിച്ചു. എന്തോ മിസ്സിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ഒരാശ്വാസം. രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ടീച്ചറെ ഔട്ട് ഹൗസിലാക്കി ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഒന്ന് കുളിച്ച് തിരിച്ച് ബെഡിൽ വന്നിരുന്നു. പിന്നെയും എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. കബോർഡിൽ പോയി കുടിക്കാനായി കുപ്പിയെടുത്തതും മിസ്സ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്തോ മമ്മി എന്നോട് പറയുന്നത് പോലെ തോന്നി. പിന്നെ കുടിക്കാൻ തോന്നിയില്ല. എങ്ങനെയോ കടിച്ചു പിടിച്ചുറങ്ങി. ഹലോ, സമയം എത്ര ആയെന്നേ? എഴുന്നേക്ക്, നമുക്കൊരുപാട് പണിയുള്ളതാ. റൂമിലെ കർട്ടൻ മാറ്റി ടീച്ചർ എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. മിസ് ഇതെങ്ങനെ വന്നു? കൈകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ താഴെ കതക് പൂട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങ് കയറിപ്പോന്നു. എന്തിനാ വന്നതെന്നോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യണമെന്ന്. വാ, നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം.
ഞാനും മിസ്സും കൂടി വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഷോക്കേസ് പൊടി തൂത്തപ്പോൾ ഞാനും മമ്മിയും പപ്പയും നിൽക്കുന്ന ഫോട്ടോ കിട്ടി. അറിയാതെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. അതിങ്ങെടുത്തേ, മോൻ പോയി പുറത്തെ കാടെല്ലാം വൃത്തിയാക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി എന്നെ പുറത്തേക്ക് അയച്ചു. ഞാൻ പുറത്തെ കാടെല്ലാം വെച്ചെത്തിപ്പറിച്ച് വൃത്തിയാക്കിയപ്പോൾ മിസ്സ് വീടിനകം ക്ലീൻ ചെയ്തു. ഉച്ചയ്ക്ക് മിസ്സ് വീട്ടിൽ പോയി ചോറും കറികളും എടുത്തുകൊണ്ട് വന്ന് എനിക്ക് വിളമ്പി. ഇത് മിസ്സുണ്ടാക്കിയതാണോ? എന്താടാ, കൊള്ളില്ലേ? ആശങ്കയോടെ മിസ് എന്നെ നോക്കി. കൊള്ളാം, മമ്മി ഉണ്ടാക്കുന്ന പോലെയുണ്ട്. എന്നാൽ മുഴുവനും കഴിച്ചോണം കേട്ടല്ലോ. മിസ് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. എൻ്റെ ജീവിതം പഴയതുപോലെ ആവാൻ തുടങ്ങി. ടീച്ചർ 3 നേരം ഫുഡുണ്ടാക്കി എനിക്ക് വിളമ്പി തന്നു. മദ്യപാനവും പുകവലിയും കുറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസിൽ പോയി തുടങ്ങി. പതിയെ പഴയ ഞാനായി മാറിക്കൊണ്ടിരുന്നു. ജേക്കബ് അങ്കിൾ പഴയ ഓർമ്മകളിലേക്ക് പോകാതിരിക്കാൻ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചു. എനിക്കിപ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കാൻ നല്ലൊരു ഫ്രണ്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഉമ്മറത്തിരുന്ന് പാട്ട് കേൾക്കുമ്പോഴാണ് സാരി ഉടുത്ത് ഒരാൾ കുണുങ്ങി എൻ്റെ അടുത്തേക്ക് വന്നത്. സാരിയൊക്കെ ഉടുത്തൊരുങ്ങി ഇതെങ്ങോട്ടാ? മിസ്സിനെ നോക്കി ഞാൻ ചോദിച്ചു. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്കാ. എന്നാ പോയിട്ട് വാ. നീയും കൂടി വാ, എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഞാനൊന്നുമില്ല, ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. കഷ്ടമുണ്ട് കേട്ടോ, നിന്നെയും കൂട്ടി പോവാ എന്നാ ഞാൻ വിചാരിച്ചേ. ഒന്ന് വാടാ പ്ലീസ്. മിസ്സ് നിന്ന് കെഞ്ചാൻ തുടങ്ങി. ശരി, ഞാൻ റെഡിയായി ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അകത്തേക്ക് പോയി. വരുമ്പോൾ ആ ബൈക്കിൻ്റെ ചാവി കൂടി എടുത്തോ. ഞാൻ പെട്ടെന്ന് വാതിലിൻ്റെ അടുത്ത് സ്റ്റക്കായി നിന്നു. ആക്സിഡൻറ്റിന് ശേഷം ഞാൻ വണ്ടിയൊന്നും ഓടിക്കാറില്ല. എന്തോ പേടിയും പകപ്പും പോലെയാണ്. ഞാൻ തിരിഞ്ഞ് മിസ്സിനെ നോക്കി. എന്താ നോക്കുന്നത്? വേഗം വാ, സമയമായി. ഞാൻ വേഗം പോയി റെഡിയായി ബൈക്കിൻ്റെ ചാവിയും എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. ബൈക്കിൽ പോണോ? നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയാൽ പോരെ? എൻ്റെ പകപ്പ് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ. മിസ് എനിക്ക് ധൈര്യം പകർന്നു. ബുള്ളറ്റിൽ കയറി ചാവി ഓണാക്കി കിക്കറടിച്ചു. സ്റ്റാർട്ടായില്ല. ടീച്ചറുടെ മുഖം വാടി. വീണ്ടും ചവിട്ടി. അങ്ങനെ 3ാമത്തെ ചവിട്ടിൽ വണ്ടി സ്റ്റാർട്ടായി. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഉള്ള സൗണ്ട് എൻ്റെ എല്ലാ ഭയത്തെയും തുടച്ചു നീക്കി. വാ, കയറി പോവാം. ഞാൻ വിളിക്കേണ്ട താമസം ടീച്ചർ കയറി ഒരു സൈഡ് തിരിഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. നീ കയറുന്നില്ലേ? ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ടീച്ചർ ചോദിച്ചു. ഇല്ല, മിസ്സ് പോയിട്ട് വാ. എന്നെ അധികം നിർബന്ധിക്കാതെ ടീച്ചർ അമ്പലത്തിനകത്തേക്ക് കടന്നു. ഞാൻ അതിനു മുന്നിലെ ആൽത്തറയിലിരുന്ന് ക്ഷേത്രത്തിനകത്തേക്ക് നോക്കി. കത്തിജ്വലിക്കുന്ന ദീപപ്രകാശത്തിൽ ദൈവത്തെ നോക്കി തൊഴുന്ന ടീച്ചറെ ഒരു ദേവതയെ പോലെ തോന്നി. ടീച്ചറുടെ അഴകിൽ ഞാൻ ലയിച്ചിരുന്നു. എന്തോ പൂജയൊക്കെ കഴിഞ്ഞ് വാഴയിലയിൽ ചന്ദനവുമായി മിസ്സ് എൻ്റെ അരികിലെത്തി. എന്നോട് ചേർന്ന് നിന്ന് ആ ചന്ദനം തൊട്ടു തന്നു. ആ കൈകളിൽ നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെ മണം എനിക്ക് ലഹരിയായി. ഹലോ, എന്താലോചിച്ച് നിൽക്കുക? നമുക്ക് പോണ്ടേ? ഞാൻ സ്വപ്നലോകത്ത് നിന്നും ഉണർന്നു. മിസ്സിനെയും കൂട്ടി ബൈക്കിൽ കയറി കിക്കറടിച്ചെങ്കിലും സ്ലിപ്പായി. എൻ്റെ ശ്രദ്ധ മുഴുവൻ മിസ്സിലായിരുന്നു. ബൈക്ക് മുന്നേക്കെടുത്തതും മിസ് എൻ്റെ തോളിൽ കൈവച്ചു. എനിക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെയായി. ഞാൻ എങ്ങനെയോ വീടെത്തിച്ചു. എടാ, നിനക്ക് ഫുഡ് കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ അതും എടുത്തുകൊണ്ട് പൊക്കോളാം. വാതിൽ തുറന്നതും മിസ് ലൈറ്റെല്ലാം ഓണാക്കി അടുക്കളയിലേക്ക് പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന്? എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് ടീച്ചർ സിങ്കിലെ പൈപ്പ് തുറന്ന് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് എനിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന പാത്രം കഴുകുന്ന മിസ്സിനെയാണ്. തലയ്ക്ക് ലഹരി പിടിച്ച പോലെ തോന്നുന്നു. എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ എനിക്കായില്ല. ഞാൻ പതിയെ മിസ്സിൻ്റെ അടുത്തേക്ക് പോയി പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ചു. എന്നെ ശകാരിച്ചു കൊണ്ടിരുന്ന നാവുകൾ നിശ്ചലമായി. കയ്യിലെ പാത്രങ്ങൾ സിങ്കിലേക്ക് വീണു. പൈപ്പിൽ നിന്നും നിലയ്ക്കാതെ വെള്ളം ഒഴുകി. ഞാൻ ആ ശംഖ് പോലുള്ള കഴുത്തിൽ ചെറുതായി മുത്തങ്ങൾ നൽകി. അവളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകളില്ല.
അവളുടെ കൈകൾ പിന്നിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ തലമുടിയിൽ തഴുകി. പെട്ടെന്ന് അവളെ ഞാൻ തിരിച്ച് എനിക്ക് അഭിമുഖമായി നിർത്തി. ഡാ മോനെ, വേണ്ടടാ, അവൾ എന്നോട് യാചിച്ചു. ഞാൻ പെട്ടെന്ന് ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിന് കുറുകെ വെച്ചു. അവൾ നിശബ്ദമായി. ഇപ്പോൾ പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം. ഒരു റൊമാൻസിന് അവിടെ ആരംഭം കുറിച്ചു. പതിയെ പതിയെ മിസ്സും എന്നോട് സഹകരിച്ചു. എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ മാത്രമായുള്ള ലോകത്തിലേക്ക് ഞങ്ങൾ പോയി. രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഷർട്ടും പാൻറ്റും ഇട്ട് എൻ്റെ തലമുടിയിൽ തലോടുന്ന മിസ്സിനെയാണ് കാണുന്നത്. എഴുന്നേറ്റോ കള്ളൻ? ആ മുഖത്ത് നാണം വന്നു. സോറി മിസ്സേ, ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് കുറ്റബോധം തോന്നി. എന്തിനാ നീ ക്ഷമ ചോദിക്കുന്നത്? എൻ്റെ ഈ സമ്മതത്തോടെയല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ? മിസ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. തലയിൽ തലോടിക്കൊണ്ടിരുന്ന കൈയെടുത്ത് അതിൽ ഞാനൊരു ഉമ്മ കൊടുത്തു. എൻ്റെ ഡ്രസ്സ് എടുക്കാൻ ആര് പറഞ്ഞു? പൊക്കോണം അവിടുന്ന്. ഇന്നലെ എൻ്റെ ഡ്രസ്സെല്ലാം വലിച്ചു കീറിയിട്ട് പറയുന്ന കേട്ടില്ലേ? ഞാൻ എല്ലാ പല്ലും കാട്ടി ചിരിച്ചു. കുറച്ചു നേരം കണ്ണിൽ നോക്കിയിരുന്നു. എഴുന്നേറ്റ് പോയി കുളിച്ചേ, നാറിയിട്ട് വയ്യ. ടീച്ചർ എന്നെ കുളിക്കാൻ നിർബന്ധിച്ചു. ഇന്നലെ കുറച്ച് ശരീരം അനങ്ങി ക്ലാസ് എടുത്തതിൻ്റെ നാറ്റമാ. എൻ്റെ ക്ലാസ് ഇഷ്ടമായോ? അതിന് ടീച്ചർ ഒന്ന് മൂളി. ഉടനെ തന്നെ അതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും കേട്ടോ. എത്രത്തോളം പഠിച്ചെന്ന് എനിക്കറിയണം. വലിയ സാറിനെ പോലെ ഞാൻ പറഞ്ഞു. പൊക്കോണം, അവന് ടെസ്റ്റ് നടത്തണം പോലും. അവിടെ ഉണ്ടായിരുന്ന ഒരു ടവലെടുത്ത് തന്നെ എന്നെ കുളിക്കാനായി പറഞ്ഞു വിട്ടു. എൽവിൻ പോയതും ബെഡൊക്കെ നേരെ പിടിച്ചിടാൻ തുടങ്ങി. ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? സ്വർഗം കണ്ടു. ഇന്നലെ അങ്ങനെ നടക്കും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആലോചിക്കുമ്പോൾ എന്തോ പോലെ. അപ്പോഴാണ് അടുത്തിരിക്കുന്ന എൽവിൻ്റെ ഫോൺ ആരാധ്യ കാണുന്നത്. അതെടുത്തതും ലോക്കാണ്. ഡാ, ഫോണിൻ്റെ പാസ്വേഡ് എന്നതാ? ബാത്റൂമിൽ നിന്ന് എൽവിനോട് അവൾ വിളിച്ചു ചോദിച്ചു. അവൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. ലോക്ക് അഴിച്ച് ഇന്നലെ ആൽത്തറയിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഓരോന്നായി നോക്കാൻ തുടങ്ങി. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ചേർച്ചയുണ്ട്. എന്നേക്കാൾ ഇളയതാണ്. അതിനിപ്പോൾ എന്താ? അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവനെയും. പിന്നെ ആർക്കാ കുഴപ്പം? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ കള്ളൻ? ഫോട്ടോ നോക്കി അവൾ ഓരോന്ന് പുലമ്പി. പെട്ടെന്ന് ഫോണിലേക്ക് നിഖിലിൻ്റെ കോൾ വന്നു. ഡാ, നിഖിൽ വിളിക്കുന്നു. എടുക്കണ്ട, ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാം. എൽവിൻ പറഞ്ഞതുകൊണ്ട് അവൾ ഫോൺ എടുത്തില്ല. കോൾ തനിയെ കട്ടായതും കോൾ ഹിസ്റ്ററിയിൽ നിഖിലിൻ്റെ 10-15 മിസ്ഡ് കോൾ ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നതാ. എന്തോ ആവശ്യം കാണും. അപ്പോഴേക്കും വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. നിഖിൽ ഒരു വോയിസ് അയച്ചേക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ എന്ന് കരുതി അവൾ അത് പ്ലേ ചെയ്തു. അളിയ, ഇന്നലെ നീ ആരാധ്യ മിസ്സിനെയും കൊണ്ട് കറങ്ങുന്നത് കണ്ടു. അവസാനം പറഞ്ഞ പോലെ അവളെ വളച്ചല്ലേ? അന്ന് പറഞ്ഞ പോലെ നിൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ എനിക്കൂടി താടാ അവളെ. ആ വോയിസ് കേട്ടതും ആരാധ്യ ആകെ തകർന്നു പോയി. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ തന്നെ പറ്റിക്കായിരുന്നോ? തലയെല്ലാം കറങ്ങുന്ന പോലെ. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് ഓടി. കുളിച്ചിട്ടിറങ്ങിയ എൽവിൻ ആരാധ്യയെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല. കാപ്പി ഉണ്ടാക്കാൻ പോയി കാണുമെന്ന് കരുതി അവൻ ഡ്രസ്സ് മാറി മുടിയൊക്കെ ചീകി വെച്ചു. കുറേ സമയമായിട്ട് കാണാത്തത് കൊണ്ട് ഫോണുമായി താഴേക്ക് പോയി നോക്കി. അടുക്കളയിലോ ഹാളിലോ എങ്ങുമില്ല. ഔട്ട് ഹൗസിൽ പോയപ്പോൾ അവിടെ തുറന്നു കിടപ്പുണ്ട്. വിളിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. എവിടെ പോയി എന്ന് ചിന്തിച്ച് തിരിച്ച് വീട്ടിൽ കയറിയപ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചു. ഫോൺ അൺലോക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് നിഖിലിൻ്റെ ചാറ്റിലേക്ക് പോയി. പുതുതായി ഒരു വോയിസ് മെസ്സേജ് അവൻ അത് പ്ലേ ചെയ്തു. എന്താടാ കോപ്പേ, വോയിസ് കേട്ടാൽ റിപ്ലൈ തരണമെന്നറിയില്ലേ? അതിനവൻ വോയിസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ റിപ്ലൈ കൊടുക്കാനാ? ഒന്നുകൂടി നോക്കിയപ്പോൾ ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അതാരോ കേട്ടിരിക്കുന്നു. എന്താണെന്നറിയാൻ പ്ലേ ചെയ്തതും എൽവിൻ്റെ കിളി പോയി. ഇത് ആരാധ്യയാണോ കേട്ടത്? എൽവിൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. സമയം കളയാതെ ആരാധ്യയുടെ ഫോണിൽ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു, എടുത്തില്ല. വീണ്ടും വിളിച്ചതും സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. എൽവിൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല.
ഔട്ട് ഹൗസ് മുഴുവൻ നോക്കി, റോഡിലും നോക്കി, എങ്ങും കണ്ടില്ല. എന്താ ഒരു വഴിയെന്ന് ഒരു പിടുത്തവുമില്ല. കുറച്ച് സമയത്തിന് ശേഷം ലക്ഷ്മി ടീച്ചറെ വിളിച്ചാൽ കാര്യം അറിയാമെന്ന് തോന്നി. പക്ഷേ ടീച്ചറുടെ നമ്പറില്ല. കോളേജിൽ പഠിച്ച ഓരോരുത്തരെയായി വിളിച്ച് അവസാനം നമ്പർ കിട്ടി. ലക്ഷ്മി ടീച്ചറെ വിളിച്ചു. ഹലോ, ലക്ഷ്മി മിസ് അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? മിസ്സേ, ഞാൻ എൽവിനാണ്. ആ എൽവിനെ, പറയടാ. ആരാധ്യ മിസ് അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇല്ലടാ, കുറച്ചു മുമ്പ് വിളിച്ച് നാട്ടിലേക്ക് പോവാണ്, കുറേ നാളത്തേക്ക് കോളേജിൽ വരില്ല എന്നൊക്കെ പറഞ്ഞു. ആരാധ്യ മിസ്സിൻ്റെ നാടെവിടെയാ? ലക്ഷ്മി ടീച്ചർ സ്ഥലം പറഞ്ഞു കൊടുത്തു. വല്ല പ്രശ്നവുമുണ്ടോ? വിളിച്ചപ്പോൾ കരഞ്ഞോണ്ടാ സംസാരിച്ചേ. കാര്യം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. പ്രശ്നമൊന്നുമില്ല മിസ്സേ, അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എങ്ങനെയും ടീച്ചറുടെ അടുത്തേക്ക് എത്തണം. വേഗം പോയി ഡ്രസ്സ് മാറി വന്ന് കാറിൻ്റെ കീയും എടുത്തു. ആക്സിഡൻറ്റിന് ശേഷം കാർ എടുക്കില്ല എന്നുറപ്പിച്ചതാ. പക്ഷേ എത്രയും പെട്ടെന്ന് ടീച്ചറുടെ അടുത്ത് എത്തണം. അതിന് കാറിൽ പോയാലേ പറ്റൂ. ഡ്രൈവർ സീറ്റിൽ കയറി ഒരു നിമിഷം കണ്ണടച്ചു. എന്നിട്ട് വണ്ടി എടുത്ത് പുറപ്പെട്ടു. ആരാധ്യ മിസ്സിൻ്റെ നാട്ടിലേക്ക്. ലക്ഷ്മി ടീച്ചർ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു ചായക്കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ ആരാധ്യ ടീച്ചറുടെ വീട് എവിടെയാ? ആരാധ്യ? അങ്ങനെ ആരും ഇല്ലല്ലോ മോനെ. പുറത്തെ കോളേജിൽ പഠിപ്പിക്കുന്നതാ. കോളേജിൽ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ, ഓ, താമര, ദിവാകരൻ്റെ മോൾ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. താമരയോ? അത് മോനെ, പുള്ളി എപ്പോഴും വെള്ളത്തിലാണ്. ഏത്? അതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാ താമര. ഇവിടുന്ന് നേരെ പോയി 2 വളവ് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു വഴി കാണും. അതുവഴി പോയാൽ വലത് സൈഡിൽ ഓടിട്ട വീട് കാണാം. അതാ അവൻ്റെ വീട്. താങ്ക്സ് ഏട്ടാ. പുള്ളിയോട് നന്ദി പറഞ്ഞ് പുള്ളി പറഞ്ഞു തന്ന വഴിയെ ഞാൻ പോയി. ഞാൻ ചെന്ന് നിന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഓടിട്ട വീടിന് മുന്നിലാണ്. കാറിൽ നിന്നും ഇറങ്ങി ആ വീട് ലക്ഷ്യമാക്കി നടന്നു. ദൈവമേ, ഈ വീട്ടിലാണോ ആരാധ്യ മിസ് താമസിക്കുന്നത്? വീടിൻ്റെ ശോഷിച്ച അവസ്ഥ കണ്ട് എനിക്ക് പാവം തോന്നി. ഉമ്മറത്തേക്ക് എത്തിയപ്പോൾ വയസ്സായ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ആരാ? എന്നോട് അവർ ചോദിച്ചു. ആരാധ്യ ടീച്ചറുടെ വീടല്ലേ? അതെ, എന്താ വേണ്ടത്? ഞാൻ ടീച്ചറുടെ ഒരു ഫ്രണ്ടാണ്. ടീച്ചറെ കാണാൻ വന്നതാ. ആളകത്തുണ്ടോ? ഇന്ന് രാവിലെ ചാടിത്തുള്ളി വന്ന് എന്നോട് ദേഷ്യപ്പെട്ട് റൂമിൽ കയറി വാതിലടച്ചതാ. ഞാൻ അവളെ ഇപ്പോൾ വിളിക്കാം. വേണ്ടമ്മേ, ഞാൻ പോയി കണ്ടോളാം. എന്നാൽ അത്രയും നല്ലത്. എനിക്ക് പണ്ടത്തെ പോലെ നടക്കാനൊന്നും വയ്യേ. ചെറുതായി ഒന്ന് ചിരിച്ച് കാണിച്ച് ഉള്ളിലേക്ക് കയറി. ആകെ 2 മുറിയും ഒരു ഹാളും മാത്രമേ കാണുന്നുള്ളൂ. ഒന്നിൽ വാതിലില്ല. മറ്റൊരു മുറിയിൽ വാതിലെന്നൊന്നും പറയാൻ പറ്റില്ല. തടി കൊണ്ടൊരു പാളി. ഞാനത് പയ്യെ തുറന്നു. ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടതും തറയിൽ കാലിന് പുറത്ത് തലയും വെച്ച് കുനിഞ്ഞിരുന്ന് കരഞ്ഞ ആരാധ്യ എന്നെ നോക്കി. വാടിത്തളർന്ന കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ചു. നീ ഇവിടെയും വന്നു എന്നെ ദ്രോഹിക്കാൻ? മിസ്സേ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. തറയിൽ നിന്നും എഴുന്നേറ്റ് എന്നെ പുറത്തേക്ക് പിടിച്ച് തള്ളാൻ നോക്കി. മിസ്സേ, പ്ലീസ്, ഞാൻ യാചിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു, വിശ്വസിച്ചു. എൻ്റെ എല്ലാം നിനക്ക് തന്നില്ലേ? എന്നിട്ട് നീ എന്നെ വേറൊരുത്തിന് കൂട്ടിക്കൊടുക്കാൻ നോക്കിയില്ലേ? എൻ്റെ നെഞ്ചത്തിടിച്ച് കരഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്കും വിഷമം വന്നു. ടീച്ചർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കൈകൾ രണ്ടും ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ബന്ധിച്ചു. വിടടാ വട്ടി എന്നെ. അവൾ നിന്ന് ചീറി. ടീച്ചറെ എങ്ങനെയോ പിടിച്ച് അവിടുത്തെ കട്ടിലിരുത്തി തറയിൽ മുട്ടുകുത്തി ആ കൈകളിൽ പിടിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചർ അറിഞ്ഞതെല്ലാം കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പപ്പയും മമ്മിയും പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. എന്തിനു ജീവിക്കണം എന്ന് പോലും ചിന്തിച്ചു. ആ ഒരു സമയത്ത് എൻ്റെ നല്ലൊരു ഫ്രണ്ടായി കൂടെ നിന്ന് സ്നേഹവും വാത്സല്യവും തന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മിസ്സാണ്. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എനിക്കിപ്പോൾ ആരുമില്ല, മിസ്സ് മാത്രമേ ഉള്ളൂ. ശരിയും തെറ്റൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൂടെ മിസ്സുണ്ടാവണം, എൻ്റെ പെണ്ണായിട്ട്. ഇപ്പോൾ മിസ്സ് എൻ്റെ ജീവന, പൊന്നു പോലെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ആ കൈകൾ പിടിച്ച് കരഞ്ഞു. പ്ലീസ് മിസ്സേ, വാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ അവിടെ ഇരുന്ന് ടീച്ചറോട് കെഞ്ചി.
കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. മുറിയിൽ ഏങ്ങലടി മാത്രം. മിസ്സേ, ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? തറയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൻ ചോദിച്ചു. പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനും അവളെ കാറ്റുപോലും കടക്കാത്ത രീതിയിൽ പുണർന്നു. ഐ ലവ് യു, എൽവിൻ അവളുടെ കാതിൽ പറഞ്ഞു. ഏറെ നേരം രണ്ടും കരഞ്ഞും പരിഭവം പറഞ്ഞും തീർത്ത് തിരിച്ചു പോവാനായി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഞാൻ എല്ലാം കേട്ടു. പാവമായ എൻ്റെ മോൾ, അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ, ആ അമ്മ എന്നോട് പറഞ്ഞു. ഇല്ലമ്മേ, എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ ഈ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പൊടിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ അമ്മയ്ക്ക് വാക്ക് നൽകി. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ? ഞാൻ ചോദിച്ചു. അത് വേണ്ട, ഈ കിളവിക്കും വയസ്സായി. ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാകും. എൻ്റെ മോൾ നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് സംഭവിച്ചു. എനിക്കിനി സമാധാനമായി ഈ മണ്ണിൽ കിടന്ന് മരിക്കാം. ആ കണ്ണിൽ എന്നോടുള്ള വിശ്വാസവും കരുതലും ഞാൻ കണ്ടു. ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അമ്മ വരാൻ കൂട്ടാക്കിയില്ല. മുറ്റത്തേക്കിറങ്ങിയതും കൈലിയും മടക്കി കുത്തി മുറുക്കാൻ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി എൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഇവളെയും കൊണ്ട് എങ്ങോട്ടാ? മിസ്സിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന എൻ്റെ കയ്യിലേക്കും എന്നെയും മാറി മാറി നോക്കി ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? മിസ്സ് പേടിച്ച് എൻ്റെ പിന്നിലേക്ക് ഒളിച്ചു. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ, വിടടാ അവളുടെ കയ്യിൽ നിന്ന്. മിസ്സിനെ പിടിക്കാനായി എൻ്റെ അടുത്തേക്ക് വന്ന അവനെ ഞാൻ സർവ്വശക്തിയും എടുത്ത് ചവിട്ടി എറിഞ്ഞു. എന്നിട്ട് മിസ്സിനെ തോളിൽ കൂടി കൈയിട്ട് എന്നോട് ചേർത്ത് നിർത്തി. ഇത് ഞാൻ താലി കെട്ടി എൻ്റെ കൂടെ പൊറുപ്പിക്കാൻ പോകുന്ന പെണ്ണ. ഇവളുടെ ദേഹത്ത് നിൻ്റെ നിഴലെങ്കിലും പതിഞ്ഞ ആ കാണുന്ന പുളിയന്മാവിൽ നിനക്ക് ഞാനൊരു ചിത ഒരുക്കും. പറയുന്നത് എൽവിനാ. ടീച്ചറേയും കൂട്ടി ഞാൻ അവിടുന്ന് കാറിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം പിന്നിട്ടിട്ടും ടീച്ചർ ഒന്നും മിണ്ടുന്നില്ല. ഹലോ മിസ്സേ, കുറച്ച് ദിവസം കോളേജിൽ ലീവാണെന്നൊക്കെ അറിഞ്ഞല്ലോ. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു. ആര് പറഞ്ഞു? അതിശയത്തോടെ മിസ്സ് ചോദിച്ചു. വേറെ ആര്? മിസ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി മിസ്സ്. ലക്ഷ്മി മിസ്സിനെ എന്തിനാ കണ്ടത്? ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടുപോയ ഒരാളെ അന്വേഷിച്ച് വിളിച്ചപ്പോൾ അറിഞ്ഞതാ. നീ മിസ്സിനോട് നമ്മുടെ കാര്യമെല്ലാം പറഞ്ഞോ? പേടിയോടെ ചോദിച്ചു. ഞാൻ അതേന്ന് തലയാട്ടി. അയ്യേ, നാണക്കേട്. ഇനി എങ്ങനെ ഞാൻ മിസ്സിൻ്റെ മുഖത്ത് നോക്കും? എന്തായാലും മിസ്സ് ലീവ് എടുത്തതല്ലേ, അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ എടുത്തു തരാം. ഇന്നലെ രാത്രി നടന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു. അയ്യേ വഷളൻ, എപ്പോഴും ഇതേ ചിന്തയുള്ളൂ. അത് പറഞ്ഞ് എൻ്റെ തോളിൽ ഇടിച്ചു. ഞാൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. എന്താ കാര്യമെന്ന് ആരാധ്യ എന്നെ നോക്കി. പഴയ കാര്യങ്ങളും മിസ്സിൻ്റെ ദുഃഖങ്ങളുമെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞ് പുതിയൊരാളായിട്ട് വാ, എൻ്റെ പെണ്ണായിട്ട്. സൈഡിലെ അമ്പലത്തിൽ നോക്കി ഞാൻ പറഞ്ഞു. മിസ് നിറപുഞ്ചിരിയോടെ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഇത്തവണ ഞാനും കൂടെ പോയി. കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുന്നിൽ മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചു. എന്തു വന്നാലും എന്നെ ഇവളിൽ നിന്നും അകറ്റരുതേ എന്ന്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മിസ് ഇപ്പോഴും അതേ നിൽപ്പാണ്. മിസ്സേ, നമുക്ക് പോണ്ടേ? ഞാൻ പതിയെ ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ വയറിനിട്ട് ഒരു കുത്ത് കിട്ടി. കാര്യം അറിയാതെ ഞാൻ മിസ്സിനെ നോക്കി. ഇനി എന്നെ മിസ്സെന്നോ ടീച്ചറെന്നോ വിളിച്ചു പോകരുത്, പരിഭവത്തോടെ എന്നെ നോക്കി പറഞ്ഞു. പിന്നെ എന്താ ഞാൻ വിളിക്കുക? ഞാൻ സംശയത്തോടെ ചോദിച്ചു. നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, ആരാധ്യ. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ വേറൊരു സ്റ്റോറിയായിട്ട് വരാം. വിത്ത് ലവ്, അലീന.